Dear students, we shall continue our discussions on human rights. നമ്മൾ ആ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ആരംഭിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് ഒരു 7 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഒന്നാമത് എന്താണ്? ഇൻഹെറൻറ്റ്, എന്താ അന്തർലീനമായത്. ഹ്യൂമൻ റൈറ്റ് ഈസ് ഇൻഹെറൻറ്റ് ടു എവറി ഹ്യൂമൻ ബീയിങ്. ഒരു വ്യക്തിക്ക് ജന്മനാ തന്നെ മനുഷ്യാവകാശങ്ങൾ ലഭിക്കുന്നതാണ്. അതാണ് ഇൻഹെറൻറ്റ് മീനിങ്. ഹ്യൂമൻ റൈറ്റ്സ് ആർ ഇൻഹെറൻറ്റ് ബിക്കോസ് ദേ ആർ നോട്ട് ഗ്രാൻറ്റഡ് ബൈ എനി പേഴ്സൺ ഓർ അതോറിറ്റി. ഒരു വ്യക്തിയോ ഒരു അധികാരമോ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികളോ നൽകുന്നതല്ല. ജനനം കൊണ്ട് തന്നെ മനുഷ്യന് ലഭിക്കുന്ന ഒന്നാണ് മനുഷ്യാവകാശങ്ങൾ. ഹ്യൂമൻ റൈറ്റ്സ് ഡു നോട്ട് ഹാവ് ടു ബി ബോർഡ്, ഏൺഡ് ഓർ ഇൻഹെറിറ്റഡ്. എന്താ, വാങ്ങേണ്ട കാര്യമില്ല, സമ്പാദിച്ചു കൂട്ടേണ്ട കാര്യമില്ല, പാരമ്പര്യമായിട്ട് കിട്ടേണ്ടതല്ല. ഒരു മനുഷ്യനായി ജനിക്കുമ്പോൾ തന്നെ അവന് ലഭിക്കുന്ന ഒരു അവകാശമാണ് മനുഷ്യാവകാശം, ഹ്യൂമൻ റൈറ്റ്സ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഫണ്ടമെൻ്റൽ, മൗലികമാണ്. ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അവകാശമാണ് ഹ്യൂമൻ റൈറ്റ്സ്. മൗലിക അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങളെല്ലാം മൗലികമാണ്. ഹ്യൂമൻ റൈറ്റ്സ് ആർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബിക്കോസ് വിതൗട്ട് ദം ദി ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് മാൻ വിൽ ബി മീനിങ്ലെസ്. ഇപ്പം മനുഷ്യാവകാശങ്ങൾ ഇല്ല എങ്കിൽ മനുഷ്യൻ്റെ ജീവനും അതുപോലെ തന്നെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും ഒന്നും വിലയില്ലാതെയായി പോകും. അതുകൊണ്ട് എന്താ, ഹ്യൂമൻ റൈറ്റ്സ് ആർ ഫണ്ടമെൻ്റൽ. ദി തേർഡ് വൺ ഈസ് ഇൻഏലിയനബിൾ ആണ്, നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല, അഭിവാജ്യമായതാണ്. ഇൻഏലിയനബിൾ, ഹ്യൂമൻ റൈറ്റ്സ് കനോട്ട് ബി ടേക്കൺ അവേ ബൈ എനിവൺ. പീപ്പിൾ സ്റ്റിൽ ഹാവ് ഹ്യൂമൻ റൈറ്റ്സ് ഈവൻ വെൻ ദി ലോസ് ഓഫ് ദിയർ കൺട്രീസ് ഡു നോട്ട് റെക്കഗ്നൈസ് ദം. ഒരു രാജ്യത്തെ നിയമം അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഭരണാധികാരികൾ അംഗീകരിക്കുന്നില്ലെങ്കിലും അവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. അപ്പം ഇതെടുത്തു മാറ്റാൻ പറ്റുന്നതല്ല. ഒരു മനുഷ്യനായി ജനിക്കുന്ന ഓരോരുത്തർക്കും എന്താണ്, മനുഷ്യനാണ്, ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. അതൊരു അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിക്കോ എടുത്തു മാറ്റാവുന്നതല്ല. സോ പീപ്പിൾ സ്റ്റിൽ ഹാവ് ഹ്യൂമൻ റൈറ്റ്സ് ഈവൻ വെൻ ദി ലോസ് ഓഫ് ദെയർ കൺട്രീസ് ഡു നോട്ട് റെക്കഗ്നൈസ് ദം ഓർ വെൻ ദേ വയലേറ്റ് ദം. പലപ്പോഴും എന്താ, ഭരിക്കുന്നവർ പൗരന്മാരുടെ മനുഷ്യാവകാശങ്ങളെ എപ്പോഴും ലംഘിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം അതിന് സ്വേച്ഛാധിപതികളാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണോ ഡെമോക്രസിയാണോ, ഇതിനൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ഭരിക്കുന്നത് ആരാണോ അവരെല്ലായ്പ്പോഴും എന്താ, പൗരന്മാരുടെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടേയിരിക്കും. വിചാരണ തടവുകാരായിട്ട് ജയിലുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. യാതൊരു തെളിവുമില്ലാതെ കേസുകൾ വിചാരണയുടെ പേരിൽ നിയമമോടെ വയലേറ്റ് ചെയ്യപ്പെടുക ചെയ്യുന്നത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടക്കുന്നു, ജാമ്യം നിഷേധിക്കുന്നു, 1 വർഷത്തോളം ജയിലിൽ തന്നെ പിടിച്ചിടുന്നു, അതിനുശേഷമായിരിക്കും ഒരു കുറ്റപത്രം കൊടുക്കുന്നത്. ഇതെല്ലാം എന്താണ്, ഭരണകൂട ഭീകരതയും ഭരണകൂടത്തിൻ്റെ മനുഷ്യാവകാശ ലംഘനവുമാണ്. So human rights are inalienable because they cannot be rightfully taken away from a free individual. എന്താ, നിയമപരമായിട്ട് മനുഷ്യാവകാശം ഒരു വ്യക്തിയിൽ നിന്ന് എടുത്തു മാറ്റാൻ ആർക്കും അധികാരമില്ല, ഒരു ഭരണകൂടത്തിനും അധികാരമില്ല. അതുകൊണ്ട് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ഇൻഏലിയനബിൾ ആണ്, ഇൻസെപ്പറബിൾ ആണ്. സെക്കൻഡ്ലി, ദേ കനോട്ട് ബി ഗിവൺ അവേ ഓർ ഫോർഫീറ്റഡ്. ഒരാൾക്ക് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പിടിച്ചെടുക്കുകയോ ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു വ്യക്തിക്ക് എന്താ, എനിക്ക് മനുഷ്യാവകാശങ്ങളില്ല, ഞാനത് ഉപേക്ഷിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഉപേക്ഷിച്ചാലും സ്വീകരിച്ചാലും മനുഷ്യാവകാശങ്ങൾ ഉണ്ടായിരിക്കും. അത് ഇൻഏലിയനബിൾ ആണ്, ഇൻസെപ്പറബിൾ ആണ്. ദെൻ നാലാമത്തെ പോയിന്റ് എന്താ, ഇത് നിർവചിക്കാനാകാത്തത്. ഇൻസ്ക്രിപ്റ്റബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്ക്രിപ്റ്റബിൾ, നിർവചിക്കാനാകാത്തത്. Human rights do not prescribe and cannot be lost even if man fails to use or assert them. ഒരു വ്യക്തി അവൻ്റെ മനുഷ്യാവകാശങ്ങൾ എന്താണ് അവൻ ക്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും
ആ വ്യക്തിയുടെ മനുഷ്യാവകാശങ്ങൾ അവന് തന്നെ ഉണ്ടായിരിക്കും, അത് അവനിൽ തന്നെ നിലനിൽക്കും. ഇപ്പം നമുക്കെന്താ ഒരു പ്രിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല, അതിനെ നമുക്ക് വിവരിക്കേണ്ട കാര്യമില്ല, ഓരോ വ്യക്തിക്കും ഉള്ളതാണ്. Then, so human rights do not prescribe and cannot be lost even if man fails to use or assert them, even by a long passage of time. ദീർഘകാലത്തേക്ക് ഒരു വ്യക്തി ക്ലെയിം ചെയ്യുന്നില്ലെങ്കിലും, ഒരു വ്യക്തി അത് പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിലും, ഓരോ വ്യക്തികൾക്കുമുള്ള മനുഷ്യാവകാശങ്ങൾ അവരിൽ തന്നെ നിലനിൽക്കും. ദെൻ ഇൻഡിവിസിബിൾ, അവിഭാജ്യമായതാണ്, ഇൻഡിവിസിബിൾ ആണ്. To live in dignity, all human beings are entitled to freedom, security and decent standard of living. അഭിമാനത്തോടുകൂടി ജീവിക്കാനായിട്ട്, അന്തസ്സോടുകൂടി ജീവിക്കാനായിട്ട് എല്ലാ വ്യക്തികൾക്കും, എല്ലാ മനുഷ്യർക്കും എന്താ എൻറ്റൈറ്റിൽഡ് ടു ഹാവ് ഫ്രീഡം, അവർക്ക് അർഹതയുണ്ട്, സ്വതന്ത്രമായി ജീവിക്കാനുള്ള അർഹതമുണ്ട്, സെക്യൂരിറ്റി കിട്ടാനുള്ള, സുരക്ഷിതത്വത്തിന് അർഹതയുണ്ട്, മാന്യമായ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, മാന്യമായിട്ട് ജീവിക്കാനുള്ള അർഹതയുണ്ട്, അതിനുള്ള അവകാശമുണ്ട്. ഇതെല്ലാം ഹ്യൂമൻ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ഹ്യൂമൻ റൈറ്റ്സ് ആർ ഇൻഡിവിസിബിൾ ആൻഡ് നോട്ട് കേപ്പബിൾ ഓഫ് ബീങ് ഡിവൈഡ്. നമുക്കെന്താ അത് ഇൻഡിവിസിബിൾ ആണ്, ഇതിനെ തരംതിരിക്കാൻ പറ്റില്ല, നമുക്കെന്താ പിരിച്ചു മാറ്റിവെക്കാൻ പറ്റുന്നതല്ല, ഇൻഡിവിസിബിൾ, ഇൻസെപ്പറബിൾ ആണത്. ദെൻ യൂണിവേഴ്സൽ, ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ, എന്താ അത് സാർവത്രികമായതാണ്, മനുഷ്യാവകാശങ്ങൾ സാർവത്രികമായതാണ്, ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും ഇറസ്പെക്റ്റീവ് ഓഫ് ദി ടൈപ്പ് ഓഫ് അതോറിറ്റി. അവിടെ എന്താ സ്വേച്ഛാധിപതികളാകാം, ഇപ്പം നോർത്ത് കൊറിയ, ഇവിടെ സ്വേച്ഛാധിപതികളാണെങ്കിലും അവിടെയും മനുഷ്യന് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, അസേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ, ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുള്ളൂ, പക്ഷെ അവിടെ എല്ലാം ഉണ്ട്. നോർത്ത് കൊറിയയിലുണ്ട്, ചൈനയിലുണ്ട്, ദെൻ അതുപോലെ തന്നെ എന്താ നമ്മുടെ സോവിയറ്റ് റഷ്യയിലുണ്ട്. ഇവിടെയൊക്കെ എന്താ പലപ്പോഴും ഇതിനെക്കുറിച്ച്, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാം ഭരണകൂടത്തിൻ്റെ ശത്രുക്കളായിട്ട് മാറുന്നു. ഈ വർഷം തന്നെ നമുക്ക് ഒരു ഇറാനിയൻ ലേഡിക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർ 12 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നതാണ്. ടെഹ്റാൻ ജയിലിൽ കഴിയുന്ന ഒരു ഇറാനിയൻ ലേഡിയാണ്. അവരെന്താ ഇറാനിലെ ആളുകളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകുന്നു, അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് റൈറ്റ്സിന് വേണ്ടി അവരവിടെ ഒരു സമരം, ഒരു മനുഷ്യാവകാശ പ്രവർത്തകന്നേ ഉള്ളൂ. അപ്പോൾ അവരതിനു വേണ്ടി പ്രൊപ്പഗണ്ട നടത്തുന്നു. അപ്പോൾ അവരെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ് ചെയ്യുന്നിരിക്കുന്നത്. അപ്പം ഒരു നർഗീസ് മുഹമ്മദി എന്നാണ് ഇറാനിയൻ ലേഡിയുടെ പേര്. 51 വയസ്സേ ഉള്ളൂ. സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന 19ാമത്തെ വനിതയാണ്. ബൈ ഒറിജിൻ ഒരു ഇറാനിയൻ ലേഡി. ഇറാനിലെ ടെഹ്റാൻ ജയിലിലാണ്. ഇപ്പം എന്തുകൊണ്ടാണ് അവരുടെ തെറ്റെന്താണ്? അവർ ഇറാനിലെ ആളുകൾക്ക് ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. ഇപ്പം മനുഷ്യാവകാശ പ്രവർത്തകർ അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിന് വേണ്ടി അത് ഏത് തരത്തിലുള്ള, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഫാദർ സ്റ്റാൻ സ്വാമി, ഇവരുടെ ഒന്നും പേരിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്ന കേസുകളോ അല്ലെങ്കിൽ കുറ്റങ്ങളോ ഇല്ല. അവരെ പ്രത്യേക കരിനിയമങ്ങൾക്കുള്ളിൽ പെടുത്തി ജയിലിൽ അടയ്ക്കുന്നു. ആദിവാസികളുടെ, ജാർഖണ്ഡിലൊക്കെയുള്ള പാവപ്പെട്ട ആദിവാസികൾക്ക് വേണ്ടി വാദിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? രാജ്യദ്രോഹികളായിട്ട് മാറുന്നു. അത് എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു പ്രശ്നമുണ്ട്. യൂണിവേഴ്സലാണ് ഹ്യൂമൻ റൈറ്റ്സ്. സോ ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ, സാർവത്രികമായതാണ്. ഇൻ ആപ്ലിക്കേഷൻ ആൻഡ് ദേ അപ്ലൈ ഇറസ്പെക്റ്റീവ് ഓഫ് വൺസ് ഒറിജിൻ, സ്റ്റാറ്റസ് ഓർ കണ്ടീഷൻ ഓർ പ്ലേസ് വേർ വൺ ലീവ്സ്. ഇതൊന്നുമല്ല, സാർവത്രികമാണ്. എവിടെയാണെങ്കിലും, എന്ത് ഒറിജിനിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് മതത്തിലോ വിശ്വാസത്തിലോ പെട്ടയാണെങ്കിലും, സോഷ്യൽ സ്റ്റാറ്റസ് എന്താണെങ്കിലും ആ വ്യക്തിക്ക് മനുഷ്യാവകാശങ്ങളുണ്ട്. ബിക്കോസ് ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ. ദെൻ interdependent. Human rights are interdependent because the exercise of one may not be possible without the realization of the other. എല്ലാ മനുഷ്യാവകാശങ്ങളും ഒന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ഏതെങ്കിലും ഒരെണ്ണം നിഷേധിച്ചുകൊണ്ട് മറ്റൊരു അവകാശം നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. The next is different generations of human rights. In 1979, Czech jurist Karel was introduced 3 different categories of human rights. അപ്പം ഒരു ചെക്ക് ജൂറിസ്റ്റ് ആണ്, ചെക്കോസ്ലോവാക്യയിലെ ഒരു ജൂറിസ്റ്റ് അല്ലെങ്കിൽ ഒരു ജഡ്ജസ് അല്ലെങ്കിൽ ജൂറിസ്റ്റ് ആണ്. അപ്പം നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ജൂറിസ്റ്റ്. Karel was introduced 3 different categories of human rights. His theory was based on the 3 principles of French Revolution. ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള 3 പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെക്ക് ജൂറിസ്റ്റ് കാരൽ വാസ് ഒരു 3 കാറ്റഗറീസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദീസ് ആർ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേർണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സ്വാഹോദര്യം. ഫ്രഞ്ച് റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻസ് ഇതായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രിൻസിപ്പിൾസ് ഇതായിരുന്നു. As he divided human rights into civil, political, socio-economic and collective developmental rights. ഇതിൽ ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഇതിപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാം. വാട്ട് ആർ ദി സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ്? ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നാൽ നമ്മൾ ഈ ആൻസറാണ് കൊടുക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ ഹ്യൂമൻ റൈറ്റ്സ്? ദി ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സംടൈംസ് കോൾഡ് ബ്ലൂ റൈറ്റ്സ്. ഇത് ബ്ലൂ റൈറ്റ്സ് ആണ്, നീല അവകാശങ്ങൾ. ബ്ലൂ റൈറ്റ്സ് ഡീൽ എസെൻഷ്യലി വിത്ത് ലിബർട്ടി ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ പൊളിറ്റിക്കൽ ലൈഫ്. ഇപ്പം ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ, പൊളിറ്റിക്കൽ ലൈഫിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. They are fundamentally civil and political in nature. So the first generation human rights are fundamentally civil and political in nature. First generation rights include, among other things. So what are the first generation human rights or civil and political rights ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഒന്നാമത്തെ റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം. ദെൻ ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിൻ്റെ മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് ജാതിയിലോ മതത്തിലോ അല്ലെങ്കിൽ അതിന് ഒരു സെപ്പറേഷൻ ഉണ്ടാകാൻ പാടില്ല. ഇക്വാളിറ്റി, നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും തുല്യരായിരിക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ റിലീജിയൻ, കാസ്റ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അഫിനിറ്റി. പക്ഷെ അതൊന്നും പ്രായോഗികമല്ല. ഇപ്പം നമ്മൾ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനോ നേതാവോ ആണെങ്കിൽ അവർക്ക് നിയമം വ്യത്യാസമുണ്ട്. അവർക്ക് പല ആനുകൂല്യങ്ങളും കിട്ടുന്നു. കാരണം ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് എല്ലായ്പ്പോഴും ഭരിക്കുന്നവരുടെ കയ്യിലാണ്. ഇതൊരു പ്രിൻസിപ്പിൾ അനുസരിച്ച് പറയാം. ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പിൽ തുല്യത. പിന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച്, സംസാര സ്വാതന്ത്ര്യം. റൈറ്റ് ടു ഫെയർ ട്രയൽ, ന്യായമായ വിചാരണ. ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ വിചാരണ ന്യായമായിരിക്കണം, പ്രജുഡീഷ്യൽ ആകാൻ പാടില്ല. ന്യായമായ വിചാരണ, റൈറ്റ് ടു ഫെയർ ട്രയൽ. ദെൻ ഫ്രീഡം ഓഫ് റിലീജിയൻ, ഇഷ്ടമുള്ള ഏത് മതവും ഫോളോ ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുമുള്ള അധികാരം. ഇന്ത്യയിൽ അതില്ല. പല സംസ്ഥാനങ്ങളിലും പോയി ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ മുസ്ലിംസോ മറ്റേതെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ മതനിയമങ്ങൾ ഈ ഒരു റൈറ്റ് തന്നിട്ടില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ ഇത് വരുന്നില്ല. ഇപ്പം അവിടെ ആ ഒരു ഫ്രീഡം ഓഫ് റിലീജിയൻ. ദെൻ വോട്ടിംഗ് റൈറ്റ്സ്, വോട്ടവകാശം. ഇത് ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയ്ക്ക് നമുക്ക് വോട്ടവകാശമുണ്ട്. പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും അതുപോലെ ലോക്കൽ ബോഡീസിലേക്കുമൊക്കെ പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റിയോ ബ്ലോക്കോ വോട്ട് ചെയ്യാനുള്ള അവകാശം. നമ്മളെപ്പോലെയുള്ള ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് ജനങ്ങളുടെ ആത്യന്തികമായ ഒരു അവകാശമാണ്, അധികാരമാണ്. ഇതൊരു അധികാരമാണ്. വോട്ട് ചെയ്യാനും തങ്ങളെ ഭരിക്കാൻ ഉള്ളവരെ തിരഞ്ഞെടുക്കാനുമുള്ള അധികാരം, വോട്ടിംഗ് റൈറ്റ്സ്. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെല്ലാം തന്നെ ഒരു 6 പോയിന്റുകൾ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്.
These rights enshrined at the global level and given status in international laws. The global ലെവലിൽ എന്താ യൂണിവേഴ്സലായിട്ട് ഈ നിയമങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എന്താ ഇന്റർനാഷണൽ ലോസിൽ നിന്ന് പ്രത്യേകമായ സ്റ്റാറ്റസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രത്യേകമായ പദവി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് ബൈ ആർട്ടിക്കിൾസ് 3 to 21 of the 1948 Universal Declaration of Human Rights. The യൂണിവേഴ്സൽ സാർവത്രികമായിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനം, നടന്നത് എന്താ 1948 അപ്പോൾ ആ ഒരു സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ആർട്ടിക്കിൾ 3 തൊട്ട് 21 വരെ 3 to 21 വ്യക്തമായിട്ടും ഈ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് അതിൽ എൻഷ്രൈൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. The Universal Declaration of Human Rights and later in 1966 the International Covenant on Civil and Political Rights. രണ്ടാമത്തെ എന്താ 1966 അന്തർദേശീയ ഉടമ്പടി, ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഈ രണ്ട് ഡിക്ലറേഷൻ, ആദ്യത്തെ ഡിക്ലറേഷനും 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സും, അതുപോലെ 1966 ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, ഇവ രണ്ടും ഓരോ വ്യക്തിയുടെയും സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിന് എംഫസിസ് കൊടുത്തിട്ടുണ്ട്, യൂണിവേഴ്സലായിട്ട് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. സാർവത്രികമായിട്ടുള്ള അംഗീകാരമാണ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിന് കൊടുത്തിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ജനറേഷൻ, സെക്കൻഡ് ജനറേഷനിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും സെക്കൻഡ് ജനറേഷൻ എന്താ? സെക്കൻഡ് ജനറേഷൻ, ദി ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ഈസ് റാദർ ഇൻഡിവിജ്വലാസ്റ്റിക്. അപ്പം അത് വ്യക്തി കേന്ദ്രീകൃതമാണ്, ഇൻഡിവിജ്വലാസ്റ്റിക് ആണത്, വ്യക്തി കേന്ദ്രീകൃതമാണ്. സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആർ എസെൻഷ്യലി മെന്റ് ഫോർ പ്രൊട്ടക്ടിങ് ദി ഇൻഡിവിജ്വൽസ് ഫ്രം ദി സ്റ്റേറ്റ്. വ്യക്തികളെ, പൗരന്മാരെ ഭരണകൂടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സോ സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആർ എസെൻഷ്യലി മെന്റ് ഫോർ പ്രൊട്ടക്ടിങ് ദി ഇൻഡിവിജ്വൽസ് ഫ്രം ദി സ്റ്റേറ്റ്. Then there are two subcategories of civil political rights. They are physical and civil security. For example, right to freedom from slavery. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിനുള്ള ഒരു അധികാരം. സ്ലേവറി നിരോധിക്കപ്പെട്ടിരിക്കുന്നതാണ്, യൂണിവേഴ്സലി നിരോധിക്കപ്പെട്ടിരിക്കുന്നതാണ്. എന്താ ലോകത്തൊരിടത്തും അടിമത്തം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. സോ റൈറ്റ് ടു ഫ്രീഡം ഫ്രം സ്ലേവറി ഓർ ഈക്വൽ ട്രീറ്റ്മെന്റ് ബിഫോർ ലോ. നിയമത്തിൻ്റെ മുമ്പിൽ തുല്യമായൊരു ട്രീറ്റ്മെൻറ്റ് ലഭിക്കാനുള്ള, തുല്യ പരിഗണന ലഭിക്കാനുള്ള അധികാരം. ഇത് ഫിസിക്കൽ ആൻഡ് സിവിൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റാണ്. സെക്കൻഡ്ലി, ഇൻഡിവിജ്വൽ ലിബർട്ടീസ്, വ്യക്തി സ്വാതന്ത്ര്യം, ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടത്. ഫോർ എക്സാമ്പിൾ, ഫ്രീഡം ഓഫ് സ്പീച്ച് ഓഫ് തോട്ട്, ചിന്തിക്കാനും സംസാരിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ദെൻ റിലീജിയൻ, അസംബ്ലി ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. ഇതെല്ലാം എന്താണ്? ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തി സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, സോ മെനി ഓഫ് ദീസ് റൈറ്റ്സ് ഇൻ ദിസ് ജനറേഷൻ ആർ ബേസ്ഡ് ഓൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ്. ഇത് അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ ആൻഡ് സിവിൽ സെക്യൂരിറ്റിയും ഇൻഡിവിജ്വൽ ലിബർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. Many of these rights in this generation are based on the United States Bill of Rights and French Declaration of Rights of Man and of Citizen. Additionally, the International Covenant on Civil and Political Rights outlines the global framework. ഒരു എന്താ സാർവദേശീയമായ ഒരു ഫ്രെയിംവർക്ക്, ചട്ടക്കൂട് for this type of human rights. The International Covenant on Civil and Political Rights outlines the global framework. അപ്പോൾ ഇന്റർനാഷണൽ കവനന്റ് ആണ് ഒരു സാർവദേശികമായ ഒരു ചട്ടക്കൂട് ഫ്രെയിം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ, സെക്കൻഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, സോഷ്യോ എക്കണോമിക് റൈറ്റ്സ്. The second generation of human rights are related to equality and began to be recognized by the government after the World War II. ഇപ്പോൾ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ്, ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ ആണ് ഇക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സെക്കൻഡ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ്സിന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പം 1939 തൊട്ട് 1944 വരെ ഉണ്ടായിരുന്ന വേൾഡ് വാർ II
അപ്പം അതിൻ്റെ ഒരു വേൾഡ് വാർ II അവസാനിച്ചതിന് ശേഷമാണ് സെക്കൻഡ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ്സിന് ഒരു ഇമ്പോർട്ടൻസ് ലഭിച്ചു തുടങ്ങിയത്. They are fundamentally economic, social and culture in nature. They guarantee equal condition and treatment to different members of citizens in the country. Second generation rights would include എന്തൊക്കെയാണ് സെക്കൻഡ് ജനറേഷൻ അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? A right to be employed in just and favorable conditions. ഇപ്പം നമ്മൾ എംപ്ലോയിഡ് തൊഴിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം, എന്താ ഒരു ഫേവറബിൾ കണ്ടീഷൻസ്. അപ്പം നമുക്കെന്താ ഇതൊരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ തൊഴിൽ ചെയ്യാനുള്ള അവകാശം, അനുകൂലമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവകാശം സെക്കൻഡ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ റൈറ്റ് ടു ഫുഡ്, ഹൗസിംഗ് ആൻഡ് ഹെൽത്ത് കെയർ, ആഹാരത്തിനും അതുപോലെ പാർപ്പിടത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കുമുള്ള അവകാശം. റൈറ്റ് ടു സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹിക സുരക്ഷയ്ക്കുള്ള അവകാശം. റൈറ്റ് ടു അൺഎംപ്ലോയ്മെൻറ്റ് ബെനഫിറ്റ്സ്, ഇതും നമ്മുടെ അന്തർദേശീയമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവകാശമാണ്. റൈറ്റ് ടു അൺഎംപ്ലോയ്മെൻറ്റ് ബെനഫിറ്റ്സ്, അത് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുകയും അവർ അൺഎംപ്ലോയ്മെൻറ്റ് വേതനമൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ തേർഡ് വേൾഡ് കൺട്രീസിലും ഇന്ത്യയിലും ഒന്നും കൃത്യമായിട്ട് അതിനൊരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇല്ലെന്നേ ഉള്ളൂ. These rights were also covered by the Universal Declaration of Human Rights in the Article 22 to 28 and in the International Covenant on Economic, Social and Cultural Rights. So these rights are also red rights ആണ്. റെഡ് റൈറ്റ്സ്, ഇപ്പോൾ ചുമന്ന അവകാശങ്ങൾ. ഫസ്റ്റ് ജനറേഷൻ എന്താ ബ്ലൂ റൈറ്റ്സ് ആണ്. സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സ് എല്ലാം റെഡ് റൈറ്റ്സ് ആയിട്ടാണ് ഉറപ്പെടുന്നത്. ദെൻ 3 തേർഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, കളക്റ്റീവ് ഡെവലപ്മെൻറ്റൽ റൈറ്റ്സ് ആണ്. കൂട്ടായ വികസനവുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങളാണ്. ദി തേർഡ് ആൻഡ് ഫൈനൽ ജനറേഷൻ ഓഫ് റൈറ്റ്സ് ഈസ് കളക്റ്റീവ് ഡെവലപ്മെൻറ്റൽ റൈറ്റ്, ഒരു കൂട്ടായ വികസനവുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങളാണ്. കളക്റ്റീവ് ഡെവലപ്മെൻറ്റ് റൈറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ആസ്പിറേഷണൽ ഓർ സോഫ്റ്റ് ലോസ്. അഡീഷണലി ദേ ഓഫൺ ഡു നോട്ട് കാരി ഒഫീഷ്യൽ ലീഗൽ സ്റ്റാറ്റസ്, എന്താ ഇതിനൊരു നിയമപരമായ ഒരു റെക്കഗ്നേഷനോ അല്ലെങ്കിൽ ഒരു നിയമപരമായ അവസ്ഥയോ ഇതിനില്ല. സോ ദർ ആർ 2 then subtypes of collective developmental rights. They are 1 self determination, എന്താ ഓരോ കാര്യവും സ്വന്തം ഡിറ്റർമൈൻ ചെയ്യാനുള്ള, തീരുമാനിക്കാനുള്ള ഒരു അവകാശമാണിത് സെൽഫ് ഡിറ്റർമിനേഷൻ. ദിസ് ഇസ് റൈറ്റ് ആസ് ടു പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ഓർ ഡെവലപ്മെന്റ് ഇൻ ദി ഏരിയാസ് ഓഫ് കൾച്ചർ ആൻഡ് സൊസൈറ്റി. രണ്ടാമത്തെ എന്താ സ്പെഷ്യൽ റൈറ്റ്സ് ഓഫ് എത്നിക്, വംശീയതയുമായിട്ട് ബന്ധപ്പെട്ട ആൻഡ് റിലീജിയസ് മൈനോറിറ്റീസ്. ഇത് പ്രത്യേക അവകാശങ്ങളാണ്. എത്നിക് ആൻഡ് റിലീജിയസ് മൈനോറിറ്റീസിൻ്റെ പ്രത്യേകമായ അവകാശങ്ങൾ ഇത് തേർഡ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദിസ് കുഡ് ബി ദി റൈറ്റ് ടു കൾച്ചർ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിലീജിയൻ. മോസ്റ്റ് റീസെൻ്റ്ലി കളക്റ്റീവ് ഡെവലപ്മെൻറ്റ് റൈറ്റ്സ് മേ ഓൾസോ ഇൻക്ലൂഡ് ദി റൈറ്റ് ടു നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഹെൽത്തി എൻവയോൺമെൻറ്റ് ആൻഡ് സബ്സ്റ്റാൻഷ്യലി എമംഗ് അതേഴ്സ്. ഇത് 3 ജനറേഷനിൽപ്പെട്ട മനുഷ്യാവകാശങ്ങളാണ്. ഇപ്പം ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ആൻഡ് തേർഡ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ ഈസ് നോൺ ആസ് ബ്ലൂ റൈറ്റ്സ്, സെക്കൻഡ് ജനറേഷൻ റെഡ് റൈറ്റ്സ് ആണ്. മൂന്നാമത്തേത് എന്താ കളക്റ്റീവ് ഡെവലപ്മെൻറ്റൽ റൈറ്റ്സ് ആണ്. നമ്മൾ ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.